വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ് എന്നതിൻ്റെ പ്രയോഗങ്ങളിലേക്ക് ഇനി നമുക്ക് വരാം. പിന്നീട് അതുമായി ബന്ധപ്പെട്ട ചില വിധികളും വിഷയങ്ങളും തുടർന്ന് പഠിക്കാം. ഇവിടെ വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ് എന്നാണ് പ്രയോഗം. ഈ വിഷയം സമാനമായ പ്രയോഗത്തിൽ സൂറത്തുൽ മാഇദയിലും സൂറത്ത് അൻആമിലും സൂറത്തുൻ നഹ്ലിലും വന്നിട്ടുണ്ട്. ആ ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടതാണ്. പക്ഷെ അവിടെയൊക്കെ വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി എന്നാണ്. ബിഹി എന്നതിനെ പിന്തിപ്പിച്ചാണ്. എന്നാൽ ഇവിടെ ബിഹി എന്നത് മുന്തിപ്പിച്ചാണ്. വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ്. ഉദ്ദേശം എല്ലായിടത്തും ഒരുപോലെയാണ്. പക്ഷേ അവിടെ ഉഹില്ല ബിഹി എന്ന് പ്രയോഗിച്ചതിൽ മറ്റ് സൂറകളിൽ വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി എന്ന് പ്രയോഗിച്ചതിൽ ബിഹി എന്നതിലെ ബാ തേടുന്നതും അർത്ഥമാക്കുന്നതും തഖറുബിനെ കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ആരുടെ നാമം പ്രഖ്യാപിച്ചാണോ ബലി അല്ലെങ്കിൽ അറവ്, അവരുടെ സാമീപ്യവും പുണ്യവും നിയ്യത്താക്കി ഉദ്ദേശമാക്കിയാണ് ഈ അറവ് എന്നുള്ളത് അറിയിക്കാനാണ് ഉഹില്ല എന്നതിന് ശേഷം ബിഹി എന്ന പ്രയോഗം വന്നിട്ടുള്ളത്. തഖറബ ബിഹി, തഖറബയോട് ചേർന്നാണ് ബ വരിക. അതിൻ്റെ പ്രയോഗം ഇവിടെ ഉഹില്ല എന്നതിനോട് ചേർന്ന് ബിഹി വന്നപ്പോൾ ആ ഒരു തഖറുബിൻ്റെ മാന കൂടി ഉദ്ദേശമാണ് എന്നാണ് മുഫസ്സിരീങ്ങൾ ആ വിഷയത്തിൽ ഉണർത്തിയിട്ടുള്ളത്. കേവലം അള്ളാഹു അല്ലാത്തവരുടെ നാമം പ്രഖ്യാപിക്കുക എന്നുള്ളതല്ല, പ്രത്യുത അവരുടെ ഒരു സാമീപ്യവും ഖുർബത്തും കൂടി ഉദ്ദേശമാണ് ഈ ഒരു പ്രഖ്യാപനത്തോടൊപ്പം എന്നുള്ളതാണ്. ഇവിടെ വമാ ഉഹില്ല ബിഹി എന്നിടത്ത് ഉഹില്ല എന്നുള്ള ക്രിയ ശബ്ദം ഉറക്കെയാക്കുന്നതിനെയാണ്. ഇഹ്ലാൽ എന്നതിൽ നിന്നാണ് അഹല്ല എന്ന ക്രിയ അല്ലെങ്കിൽ ഉഹില്ല എന്നുള്ള ക്രിയ വ്യുൽപ്പന്നമാകുന്നത്. ഇഹ്ലാൽ ശബ്ദം ഉയർത്തുന്നതിനെയാണ് തേടുന്നത്. റഫ്ഉ സൗത്ത്, ശബ്ദം ഉയർത്തുക. ഹല എന്നും ഹല്ല എന്നും ഉത്ബോധിപ്പിക്കാൻ, ഉണർത്താൻ, ശ്രദ്ധ ക്ഷണിക്കാൻ പ്രയോഗിക്കും. അതുകൊണ്ട് തന്നെ നിഘണ്ടുകളിൽ കാണാം അന്നഹു മുഷ്തഖും മിൻ ഖൗലി റജുലി ഹല്ല ലിഖസ്തി തംബീഹ്, ശ്രദ്ധ ഉണർത്താൻ വേണ്ടി ഹല്ല എന്ന അറബിയിൽ പറയും. അതിൽ നിന്ന് വിൽപ്പന്നമാണ് ഈ അഹല്ലയും ഉഹില്ലയും ഒക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗങ്ങളിൽ ധാരാളം നമ്മൾ വായിക്കും ഹല്ല എന്നുള്ളത്. ഒരിക്കൽ ഒരു ആറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിലേക്ക് വന്നു. എന്തിനാ വന്നത്? യതഖാബ ഹുദൈനൻ കാന അലൈഹി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടാനുണ്ടായിരുന്ന കടം ചോദിച്ചാണ് വന്നത്. ആറാബി വന്നിട്ട് ഫഷ്തദ്ദ അലൈഹി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കണിശമായി കഠിനമായി പെരുമാറി. എത്രത്തോളം? ഉഹർരിജു അലൈക ഇല്ലാ ഖദൈതനി, താങ്കൾ കടം വീട്ടിയിട്ടില്ല എങ്കിൽ ഞാൻ താങ്കളെ ബുദ്ധിമുട്ടിക്കും, പ്രയാസപ്പെടുത്തുമെന്നൊക്കെ അയാൾ ഒച്ചവെച്ചു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തിലുണ്ടായിരുന്ന സഹാബത്തിന് അത് താങ്ങാനായില്ല. അവർ പറഞ്ഞു വൈഹക് തദ്രി മൻ തുകല്ലിം, കഷ്ടം, ആരോടാണ് താങ്കൾ സംസാരിക്കുന്നതെന്ന് അറിയുമോ? ഈ ആറാബിയോട്. അപ്പൊ ആറാബി ഇന്നി അത്ലുബു ഹഖി, ഞാൻ എൻ്റെ അവകാശമാണ് ചോദിക്കുന്നത് എന്ന് പ്രതികരിച്ചു സഹാബത്തിനോട്. ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേൾക്കുകയാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹല്ല മാ സാഹിബിൽ ഹഖി കുൻതും, ഹല്ല, അതാണ് നമ്മുടെ വിഷയം. സഹാബത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുകയും ഉണർത്തുകയുമാണ്. ഹല്ല, സാഹിബുൽ ഹക്കിന്റെ കൂടെ നിങ്ങൾ എന്തുകൊണ്ട് നിൽക്കുന്നില്ല എന്നാ ചോദിച്ചത്. സാഹിബുൽ ഹക്ക് എന്ന് പറഞ്ഞാൽ ഈ അറാബി ഒച്ച വെക്കുന്നുവെങ്കിൽ ഞാൻ അയാൾക്ക് കടം വീട്ടാനുള്ളത് കൊണ്ടാണ്. അപ്പോൾ അയാൾ ഹക്കിന്റെ ആളാണ്, അയാളുടെ പക്ഷത്താണ് ന്യായം. അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് അയാളുടെ പക്ഷത്ത് നിലയുറപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ അനുകൂലികളായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് കടം വീട്ടാൻ വേണ്ടി സംസാരിക്കുന്നില്ല എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. ഏതായാലും ആ ചരിത്രം ഒരു വലിയ സന്ദേശവും സംഭവവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൗല ബിൻത് ഖൈസ് റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് ആളെ വിട്ടു. എന്നിട്ട് ഇൻകാന ഇൻദകി തംറുൻ ഫഅഖ്രിദീന ഹത്താ യഅതിയന തംറുന ഫനഖ്ദിയകി എന്ന് പറഞ്ഞു എന്നാണ്. ഖൗലയോട് പറഞ്ഞു, നിങ്ങളുടെ അടുക്കൽ കാരക്കകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ അത് എനിക്ക് കടമായിട്ട് തരണം. നമുക്ക് കാരക്ക എത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ കടം പിന്നീട് വീട്ടുന്നതായിരിക്കും എന്ന് പറഞ്ഞ ആളെ അയച്ചു. അങ്ങനെ ഖൗല അത് കേട്ട മാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാരക്ക കടമായി കൊടുത്തു. അത് വാങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആറാബിയുടെ കടം വീട്ടി. ഖദൽ ആറാബിയ വ അത്അമഹു എന്നാണ്. കുറേ കാരക്ക അദ്ദേഹത്തിന് ഭക്ഷിക്കാനും നൽകി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പെരുമാറ്റത്തിൽ ആ ആറാബി ഔഫൈത ഔഫല്ലാഹു ലക്, താങ്കൾ ഭംഗിയിൽ കടം വീട്ടി, പൂർണ്ണ അളവിൽ, അള്ളാഹു പൂർണ്ണ അളവിൽ താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് ദുആ ചെയ്തു എന്നാണ്. അവിടെ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉലൈക ഖിയാറുന്നാസ് ഇന്നല്ലാഹ ലാ യുഖദ്ദിസു ഉമ്മതൻ ലാ യഅഖുദു അദ്ദഈഫു ഹഖ്ഖഹു മിനൽ ഖവി വഹുവ ഗൈറു മുതഅതഇൻ എന്ന്. കടം പൂർണ്ണ അളവിൽ വീട്ടുന്നവരാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടർ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പിന്നെ ദുർബലൻ, പ്രബലനിൽ നിന്ന് യാതൊരു പ്രയാസവും ഏൽക്കാതെ തൻ്റെ അർഹത നേടുന്നു എങ്കിൽ അത്തരം സമുദായത്തെയാണ് അള്ളാഹു പരിശുദ്ധപ്പെടുത്തുക. അതില്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ പ്രയാസമേൽക്കാതെ ശക്തനിൽ നിന്ന് ദുർബലൻ തൻ്റെ അവകാശം നേടാത്ത അവസ്ഥയാണ് എങ്കിൽ അത്തരം സമുദായത്തെ അള്ളാഹു
വിശുദ്ധമാക്കുകയില്ല, പരിശുദ്ധപ്പെടുത്തുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുബന്ധം പറഞ്ഞു എന്നാണ്. ഏതായാലും നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയ മാതൃകകൾ പലതാണ്. ഇത്തരം വിഷയങ്ങളിലൊക്കെ ഞാൻ ഇതിവിടെ ഉദ്ധരിച്ചത് ഈ ഹല്ല പ്രയോഗം അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കുവാൻ ഒച്ച ഉയർത്തി ഹല്ല, അതുപോലെ ഹല പറയും. കുതിരകളെ അതേപോലെ ഒട്ടകങ്ങളെ ഒക്കെ ഒച്ച ഉയർത്തി ചലിപ്പിക്കുന്നതിനും എഴുന്നേൽപ്പിക്കുന്നതിനും വേണ്ടിയൊക്കെ ഈ ഹല ഹല്ല എന്നിവയിൽ നിന്ന് വ്യുൽപ്പന്നമാണ് ഉഹില്ല പോലത്തെ ക്രിയകൾ എന്നാണ് ഭാഷാ പണ്ഡിതന്മാരിൽ ചിലർ അഭിപ്രായപ്പെടുന്നത്. ശബ്ദം ഉയർത്തുക അതാണ് ഇഹ്ലാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇന് ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ ഹജ്ജും ഉംറയും ഒന്നിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുവാൻ നിയ്യത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് ഹദീസിൽ കാണാം, തമത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹജ്ജത്തിൽ വദാഇ ബിൽ ഉംറതി ഇലൽ ഹജ്ജ് വഅഹദാ ഫസാഖ മഅഹുൽ ഹദിയ മിൻ ദിൽ ഹുലൈഫ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ ഉംറയും ഹജ്ജും ഒന്നിച്ച് നിർവഹിക്കുകയായിരുന്നു. അതിനുള്ള നിയ്യത്ത് ചെയ്യുകയായിരുന്നു. തിരുനബി തന്റെ കൂടെ ദുൽ ഹുലൈഫയിൽ നിന്ന് ബലിമൃഗങ്ങളെ കൂടെ നയിച്ചു. വബദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഹല്ല ബിൽ ഉംറതി സുമ്മ അഹല്ല ബിൽ ഹജ്ജി എന്നാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് യാത്ര തുടങ്ങുകയാണ്. ഫഅഹല്ല ബിൽ ഉംറതി കണ്ട, ഫഅഹല്ല ബിൽ ഉംറതി ഉംറ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്ലാൽ ചെയ്തു. സുമ്മ അഹല്ല ബിൽ ഹജ്ജി തുടർന്ന് ഹജ്ജിനുള്ള ഇഹ്ലാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലബ്ബൈക ഉംറതൻ മുതമത്തിഅൻ ബിഹാ ഇലൽ ഹജ്ജ് ഈ പ്രഖ്യാപനം നടത്തി എന്നുള്ളതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കനെ ചൊല്ലി എന്നുള്ളതാണ്. ദുൽ ഹുലൈഫ എന്നിടത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാമിന് ഒരുങ്ങി പിന്നീട് തന്റെ ഒട്ടകപ്പുറത്ത് കയറി ഒട്ടകം ആ ദുൽ ഹുലൈഫയിൽ നിന്ന് ചലിച്ച് ബൈദായിലേക്ക് എന്ന് പറഞ്ഞാൽ ദുൽ ഹുലൈഫ നിമ്ന പ്രദേശമാണ്, അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഉയരത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി നിന്നാണ് ഈ ഇഹ്ലാൽ നടത്തിയത് എന്നാണ്. ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ, അതേപോലെ ലബ്ബൈക ഹജ്ജൻ, ഇങ്ങനെ ഉറക്കനെ പ്രഖ്യാപിക്കുന്നതിനാണ് ഇഹ്ലാൽ എന്ന് പറയാം. ഒരു ഹദീസിൽ കാണാം, ഇദസ്തുഹില്ല സബിയു വരിസ വസല്ല അലൈഹി എന്നാണ്. ജനിക്കുന്ന കുട്ടി കരഞ്ഞുകൊണ്ട് ഒച്ച വെച്ചാൽ അവൻ സ്വത്ത് അനന്തരമെടുക്കും, അവന് ജനാസ നിസ്കരിക്കപ്പെടണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു നവജാത ശിശു മരണപ്പെടുകയാണ്, പ്രസവ സമയം കരഞ്ഞുകൊണ്ടാണ് ആ കുട്ടി പ്രസവിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ പ്രസവത്തോടനുബന്ധിച്ച് കരയുന്നുവെങ്കിൽ ആ കുട്ടി സ്വത്ത് അനന്തരമെടുക്കും, അതിന് ജനാസ നിസ്കരിക്കപ്പെടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഇവിടെ ഇഹ്ലാൽ ഇസ്തിഹ്ലാൽ അറിയിക്കുന്നത് ശബ്ദം ഉയർത്തുക എന്നുള്ളതാണ്. ആ പ്രയോഗമാണ് ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ വിശുദ്ധ വചനത്തിൽ വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ് എന്നിടത്ത്.